ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 21, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല, ദീപാവലിയായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എന്നും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ഓരോ ദിവസത്തെയും പ്രയത്നമാണ് വിജയത്തിലേക്കുള്ള ആ ഒരു യാത്ര. അതുകൊണ്ട് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് ഒക്ടോബർ 21 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പി ഗോവിന്ദപിള്ള നാഷണൽ അവാർഡ് ഫോർ ടി.എം. കൃഷ്ണ. ടി.എം. കൃഷ്ണയ്ക്ക് പി ഗോവിന്ദപിള്ള ദേശീയ അവാർഡ്. കേരളവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പി.ജി. സംസ്കൃതി കേന്ദ്ര അവാർഡ് ആണ് പ്രഖ്യാപിച്ചത്. ഇത് പ്രമുഖ ഗായകനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള ടി.എം. കൃഷ്ണ, അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ്, പി.ജി. സംസ്കൃതി കേന്ദ്ര അവാർഡ്, ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്തരിച്ച പി ഗോവിന്ദപിള്ള അദ്ദേഹത്തിന്റെ പേരിലാണ്. ശബരിമല മാളികപ്പുറം ടെമ്പിൾസ് മേൽശാന്തി ടു ടേക്ക് ചാർജ് ഓൺ നവംബർ 15. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ നവംബർ 15 ചുമതലയേൽക്കും. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എക്സാംസിന് വരുന്ന ഒന്നാണ് ശബരിമലയിലെ മേൽശാന്തി ആരായിരുന്നു എന്നെല്ലാം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 18 മേൽശാന്തിയിലേക്കുള്ള സെലക്ഷൻ നടന്നിട്ടുള്ളത്. അതായത് ലോട്ടറിയിലൂടെയാണ് ഈ ഒരു സെലക്ഷൻ നടക്കുന്നത്. ഈ പ്രാവശ്യം വരാൻ പോകുന്ന ശബരിമല സീസണിലേക്ക് ചാലക്കുടി മറ്റത്തൂർ കുന്നിൽ ഏറന്നൂർ മനയിലെ ഇ.ഡി. പ്രസാദ് ആണ് മേൽശാന്തിയായിട്ട് വരാൻ പോകുന്നത്. ഇ.ഡി. പ്രസാദ് ഓഫ് എറന്നൂർ മന അറ്റ് മട്ടത്തൂർ കുന്ന്, ചാലക്കുടി. കൂടാതെ തന്നെ ശബരിമലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മാളികപ്പുറം ക്ഷേത്രം. ഇവിടെയും സെലക്ഷൻ നടന്നിട്ടുള്ളത് ഒക്ടോബർ 18 എം.ജി. മനു നമ്പൂതിരിയാണ്. കൊല്ലത്തുള്ള മൈനാടിലുള്ള എം.ജി. മനു നമ്പൂതിരിയാണ് മേൽശാന്തിയായിട്ട് മാളികപ്പുറത്ത് സെലക്ട് ആയിട്ടുള്ളത്. അദ്ദേഹം കൊല്ലം ഡിസ്ട്രിക്റ്റിലെ മൈനാട് സ്വദേശിയാണ്. എം.ജി. മനു നമ്പൂതിരി മേൽശാന്തി ഓഫ് മാളികപ്പുറം. ഒപ്പം ഇ.ഡി. പ്രസാദ് മേൽശാന്തി ചീഫ് പ്രീസ്റ്റ് ഓഫ് ശബരിമലയാണ് ഈ പ്രാവശ്യത്തെ. അയോധ്യ 9th ദീപോത്സവ് വിത്ത് റെക്കോർഡ് 26 lakh ദിയാസ്. റെക്കോർഡ് 26 ലക്ഷം ദിയകളുമായി അയോധ്യ 9ാമത്തെ ദീപോത്സവം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ് ഇതും. കഴിഞ്ഞ ദിവാളിയെ ബന്ധപ്പെട്ട് അയോധ്യയിലെ ദീപാലങ്കാരങ്ങൾ കഴിഞ്ഞ വർഷം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒന്നാണ് അയോധ്യയിലെ ദീപാലങ്കാരങ്ങൾ, ദിയാസ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 19, അതായത് 2 ദിവസം മുമ്പ്, അയോധ്യയിലെ ദീപാലങ്കാരങ്ങൾ 9ാമത്തെ ദീപോത്സവത്തിൽ 26,17,215 ദിയകളാണ്. ഇത്രയും വിളക്കുകൾ 26,17,215 ദിയാസ് ആണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 15 അലങ്കരിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് വീണ്ടും കടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു. എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് ഈ പ്രാവശ്യം അയോധ്യയിൽ വിളക്കുകൾ കത്തിച്ച് ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. ഒപ്പം തന്നെ മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇതേ അവസരത്തിൽ നേടിയിട്ടുണ്ട്. ഒക്ടോബർ 19, അതായത് 2128 വേദാചാര്യന്മാർ പെർഫോം ചെയ്തിട്ടുള്ള മഹാ ആർത്തി. ആ മഹാ ആർത്തി 2128 ആചാര്യന്മാർ നടത്തിയിട്ടുള്ള ആ ഒരു മഹാ ആർത്തി, അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അയോധ്യയിൽ നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ ഒക്ടോബർ 19 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ ദീപങ്ങൾ കത്തിച്ചിട്ടുള്ള ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡും മറ്റൊന്ന് 2128 ആചാര്യന്മാരുടെ മഹാ ആർത്തി, ഇതും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ്. അയോധ്യയിൽ 56 ഘാട്സിലെ പ്രത്യേകിച്ച് രാം കി പൈതി എന്ന ഘാട്ടിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ അലങ്കാരങ്ങൾ അതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് നേടിയിട്ടുള്ളത്. ദ ഫസ്റ്റ് എവർ ഒബ്സർവേഷൻ ഓഫ് സൺ കൊറോണൽ മാസ് ഇജക്ഷൻ എഫക്ട്സ് ഓൺ ദി മൂൺ. ചന്ദ്രനിൽ സൂര്യന്റെ കൊറോണയിൽ മാസ് ഇജക്ഷന്റെ സ്വാധീനത്തിന്റെ ആദ്യ നിരീക്ഷണം. ഇപ്പൊ സൂര്യന്റെ കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന ആ ഒരു മാസ് ഇജക്ഷൻ, ഒരേ സമയത്ത് വരുന്ന തീഗോളങ്ങൾ, അതിന്റെ ഒരു ഒബ്സർവേഷൻ ആണ് നടത്തിയിട്ടുള്ളത് ചന്ദ്രനിലെ. ഇന്ത്യയുടെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടുള്ള പേലോഡ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 മിഷൻ ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് കണ്ടെത്തിയിട്ടുള്ളത്. CME എന്ന് പറയുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന പ്ലാസ്മ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ ഒരു പുറന്തള്ളൽ സൂര്യനിൽ നിന്നും ആ വരുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള പ്ലാസ്മ എനർജി
അതിനെക്കുറിച്ചുള്ള ഒരു ആദ്യത്തെ ഒബ്സർവേഷൻ ആണ് ചന്ദ്രയാൻ 2 നടത്തിയിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ചന്ദ്രയാൻ 2ന്റെ ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ. അത് നടത്തിയിട്ടുള്ള പേലോഡ് ആണ് ചേസ് 2 എന്ന് പറയുന്ന പേലോഡ്. ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 എന്നാണ് അതിന്റെ പേര്. ചേസ് 2 ആണ് ചന്ദ്രയാൻ 2ൽ ഘടിപ്പിച്ചിട്ടുള്ള ആ മിഷന്റെ ഭാഗമായിട്ടുള്ള ചേസ് 2 ആണ് സൂര്യന്റെ കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ചന്ദ്രയാൻ 2നെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV Mark 3 M1 റോക്കറ്റിലൂടെ വിക്ഷേപിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ട് സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ചന്ദ്രയാൻ 2ന്റെ. 8 പേലോഡ് വഹിച്ചുകൊണ്ടുള്ള ഒരു മിഷൻ ആയിരുന്നു, എക്സ്പെരിമെന്റ് പേലോഡ് ആയിരുന്നു ഇതെല്ലാം വഹിച്ചിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ചന്ദ്രയാൻ 2ന്റെ. ഇതിൽ വിക്രം എന്ന ലാൻഡർ ആണ് തകർന്നു പോയത്. എന്നാൽ ഒബ്സർവർ അതിപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ചേസ് 2 ആണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. സൂര്യന്റെ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത്. ചന്ദ്രയാൻ 2ന്റെ ചേസ് 2നെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രന്റെ ന്യൂട്രൽ എക്സോസ്ഫിയറിന്റെ ഘടനയും വിതരണവും അതിന്റെ വ്യതിയാനവും പഠിക്കുന്നതിന് വേണ്ടിയാണ് ചേസ് 2 എന്ന് പറയുന്ന ആ ഒരു പേലോഡ്. ചേസ് 2 ടു സ്റ്റഡി ദി കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ലൂണാർ ന്യൂട്രൽ എക്സോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് വേരിയബിലിറ്റി. ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. റോഡ്രിഗോ പാസ് വിൻസ് ബൊളീവിയസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ബൊളീവിയ എന്ന രാജ്യം, ഈ രാജ്യത്തിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. ഇതിൽ വിജയിച്ച വ്യക്തിയാണ് റോഡ്രിഗോ പാസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 19 ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർ ആയിട്ടുള്ള കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻ റോഡ്രിഗോ പാസ് ആണ് ബൊളീവിയയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. അതായത് 20 വർഷത്തോളം ലെഫ്റ്റ് പാർട്ടിയാണ് ആ ഒരു രാജ്യം ഭരിച്ചത്. സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ഗവൺമെന്റ് ആണ് 20 വർഷം ഭരിച്ചത്. എന്നാൽ ആ പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി PDC അതിന്റെ നേതാവായിട്ടുള്ള റോഡ്രിഗോ പാസ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഇനിയിപ്പോൾ ബൊളീവിയയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്. സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള അതിന് ലീഡർ ആയിട്ടുള്ള ജോർജ് ട്യൂറ്റോ ക്യുറോഗ ആയിരുന്നു. അദ്ദേഹം ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ബൊളീവിയയുടെ ഇലക്ട്രൽ ബോഡി ആണ് പ്ലൂറിനാഷണൽ ഇലക്ട്രൽ ബോഡി. OEP എന്നറിയപ്പെടുന്ന പ്ലൂറിനാഷണൽ ഇലക്ട്രൽ ബോഡിയാണ്. ബൊളീവിയ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സൗത്ത് അമേരിക്കയിലെ രാജ്യമാണ്. ക്യാപിറ്റൽ ആണ് സുക്രെ. കറൻസിയാണ് ബൊളിവിയാനോ. 1.24 കോടി ജനങ്ങളാണ്, അതായത് വളരെ ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് ബൊളീവിയ. ഈ രാജ്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ബൊളീവിയയിലെ പുതിയ പ്രസിഡന്റ് വരാൻ പോകുന്നത് റോഡ്രിഗോ പാസ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. തൻവി ശർമ്മ ക്ലിഞ്ചസ് സിൽവർ അറ്റ് ജൂനിയർ ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ജൂനിയർ ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ തൻവി ശർമ്മ വെള്ളി നേടി. കഴിഞ്ഞ 19 വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ ഇത് അവസാനിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ഷട്ട്ലർ ആയിട്ടുള്ള തൻവി ശർമ്മയാണ് 2025 BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയിട്ടുള്ളത്. ഇന്ത്യൻ ഷട്ട്ലർ ആയിട്ടുള്ള തൻവീർ ശർമ്മ 2025 BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ആണ് സിൽവർ നേടിയിട്ടുള്ളത്. തായ്ലൻഡിന്റെ അന്യാപത് ഫിഷി പ്രീ ചസക് ആയിട്ടുള്ള മത്സരത്തിലാണ് തൻവീർ ശർമ്മ സിൽവർ നേടിയിട്ടുള്ളത്. ഇതിൽ വിജയിച്ച വ്യക്തിയാണ് തായ്ലൻഡിന്റെ അന്യാപത് ഫിഷി പ്രചേസക്. ഇരു മത്സരം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബർ 6 ഈ കഴിഞ്ഞ 19 അവസാനിച്ചു. ഗുവാഹട്ടിയിലെ ആസാമിലാണ്. ഏതാണ്ട് 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള ആ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്ത്യ 12 മെഡൽസ് നേടി. 1 ഗോൾഡ്, 5 സിൽവർ, 6 ബ്രോൺസ്. 12 മെഡൽസ് ആണ്. 1 ഗോൾഡ്, 1 സിൽവർ ആൻഡ് 6 ബ്രോൺസ്. ജ്യോതി സ്ക്രിപ്റ്റ് ഹിസ്റ്ററി വിത്ത് വേൾഡ് കപ്പ് ഫൈനൽ ബ്രോൺസ്. ലോകകപ്പ് ഫൈനലിൽ വെങ്കലത്തോടെ ജ്യോതി ചരിത്രം രചിച്ചു. ഇതും ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ഒരു മെഡൽ ആണ് ജ്യോതി നേടിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജ്യോതി സുരേഖ വെണ്ണം ഇന്ത്യയുടെ പ്രൊഫഷണൽ ആർച്ചർ. അമ്പെയ്ത്തിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ജ്യോതി സുരേഖ വെണ്ണം ആണ് ചൈനയിൽ നടന്നിട്ടുള്ള ആർച്ചറി വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രോൺസ് നേടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ആർച്ചറി വേൾഡ് കപ്പിൽ ബ്രോൺസ് ലഭിക്കുന്നത്. ഇത് ജ്യോതി സുരേഖ വെണ്ണം ആണ്.
ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ചൈനയിലെ നാൻജിങ് എന്ന സ്ഥലത്താണ്. ഒക്ടോബർ 18 മുതൽ ഒക്ടോബർ 19 വരെയായിരുന്നു ആർച്ചറി വേൾഡ് കപ്പ് ഫൈനൽ നടന്നിട്ടുള്ളത് ചൈനയിൽ. ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് ഈ മത്സരത്തിൽ യോഗ്യത നേടിയിട്ടുള്ളത്. കർവ് എന്ന് പറയുന്ന ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് യോഗ്യത നേടാൻ സാധിച്ചില്ല. 3 കോമ്പൗണ്ട് ആർച്ചർ എന്ന ആ ഒരു ഇനത്തിലാണ് ഇന്ത്യക്ക് യോഗ്യത ലഭിച്ചിട്ടുള്ളത്. ആ 3 പേരാണ് മധുര ദാമൻ ഗോങ്കർ, ജ്യോതി സുരേഖ വെണ്ണം. ഇവർ രണ്ടുപേരും. പുരുഷന്മാരിലാണെങ്കിൽ ഋഷഭ് യാദവ് ആണ്. ഈ മത്സരത്തിൽ 3 പേരാണ് യോഗ്യത നേടിയിട്ടുള്ളത്. ഇതിലാണ് ഇന്ത്യക്ക് വേണ്ടി ജ്യോതി സുരേഖ വെണ്ണം ആർച്ചറി വേൾഡ് കപ്പിൽ ബ്രോൺസ് നേടിയിട്ടുള്ളത്. അതായത് ഒരേ ഒരു മെഡൽ മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ജ്യോതി സുരേഖ വെണ്ണംനാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ഇന്ത്യ ക്ലിഞ്ചസ് സിൽവർ അറ്റ് സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് 2025. 2025 സുൽത്താൻ ഓഫ് ജോഹർ കപ്പിൽ ഇന്ത്യ വെള്ളി നേടി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് സുൽത്താൻ ഓഫ് ജോഹർ കപ്പ്. ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ഒന്നാണ് സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്ന ആ ചാമ്പ്യൻഷിപ്പിൽ ആണ് ഇന്ത്യ സിൽവർ മെഡൽ നേടിയിട്ടുള്ളത്. ഓസ്ട്രേലിയയായിട്ടുള്ള മത്സരത്തിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇന്ത്യക്ക് സിൽവർ ആണ് ലഭിച്ചത്. ഓസ്ട്രേലിയക്ക് ആണ് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചത്. 2016, 2017, 2025 ഓസ്ട്രേലിയ 3 പ്രാവശ്യം ഈ ഒരു മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് ആയി. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു മത്സരം ഹോക്കിയെ ബന്ധപ്പെട്ട അണ്ടർ 21 മെൻസ് ഫീൽഡ് ഹോക്കിയെ ബന്ധപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് ആണ്. ഇത് നടക്കുന്നത് എല്ലാ വർഷം മലേഷ്യയിലാണ്. 2011 സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ഇത് മലേഷ്യയിൽ ആരംഭിച്ചത്. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ടീം ആണ് ബ്രിട്ടൻ. 2ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ, ഒപ്പം ഇന്ത്യയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ റണ്ണേഴ്സപ്പായി വിന്നേഴ്സ് ആയിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യ 3 പ്രാവശ്യം ഈ ഒരു മത്സരത്തിൽ, അതായത് മലേഷ്യയിലെ സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്ന മത്സരത്തിൽ 2013, 2014, 2022 ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ട്. ഹോക്കിയെ ബന്ധപ്പെട്ട ഒന്നാണ് അണ്ടർ 21 മെൻസ് ഫീൽഡ് ഹോക്കിയാണ്. ഇതെല്ലാ വർഷവും നടക്കുന്നത് മലേഷ്യയിലാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 8 കറണ്ട് അഫയേഴ്സിന്റെ ഹെഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് 30ഓളം കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.